എനിക്ക് തോന്നുന്നു അപ്പം എല്ലാ ആഘോഷങ്ങളുടെയും അന്തിമമായിട്ടുള്ള കാര്യം അതാണ്, മനുഷ്യനെ നല്ല വഴിയിലൂടെ കൊണ്ടുചെന്നെത്തിക്കുക. ഓണമായാലും എന്ത് വിഷു എന്ത് ആയാൽ പോലും അത് പരസ്പര സഹവർത്തിത്വത്തോടുകൂടി കഴിയുക എന്നുള്ളതാണ് ഓരോ ദിനത്തിലും നമുക്ക്. അതിനിപ്പോൾ വിശേഷ ദിനമൊന്നുമില്ല, എല്ലാ ദിനവും മനുഷ്യൻ വിശേഷപ്പെട്ടതാക്കുക എന്നുകൂടി വരുന്നില്ലേ. പിന്നെ എനിക്കൊന്ന് ഫാദർ ഫിലോസഫിയാണ് പഠിച്ചത്. സാധാരണ ഫാദർമാരായിട്ട് വരുന്നവരൊക്കെ ഫിലോസഫിക്കാരായിരിക്കും, അല്ലാതെ പൊളിറ്റിക്സ് പഠിച്ചവരാരും സാധാരണ ഈ ഒരു ഇതിലേക്ക് വരാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പഠനം ഓരോരുത്തരുടെ ഇഷ്ടമാണ്, പിന്നെ സഭ നമ്മൾ ഓരോരുത്തരെയും പറഞ്ഞു വിടുന്നത് പോലെ പഠനമൊക്കെ ആയിട്ട് അങ്ങനെ. പക്ഷേ ഈ ഫിലോസഫിയും തിയോളജിയും തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും വളരെ ഡീപ്പായിട്ട് ഞങ്ങൾക്കുള്ള 12-13 വർഷക്കാലം ഈ 2 കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് പഠിച്ച് അതോടൊപ്പം തന്നെ മറ്റ് പ്രാക്ടിക്കൽ വശങ്ങളൊക്കെ അത്യാവശ്യം കരസ്ഥമാക്കിയിട്ടാണ് ഇങ്ങനെയൊരു പ്രീസ്റ്റ്ഹുഡിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് അപഗ്രഥിക്കാൻ പറഞ്ഞാൽ നല്ല ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റും. ഒരു ആവറേജ് ഇൻ്റലിജൻസ് ഉള്ള ഒരാൾക്ക് നല്ലൊരു ഒപ്പീനിയൻ, ആർക്കും വേദനിക്കാത്ത എന്നാൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മുടെ ഈ ഇന്നത്തെ ഈ ചിന്തയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം, അല്പമേ ഉള്ളൂ ഈ ജീവിതത്തിൽ, എന്തിനാണ് മറ്റുള്ളവരെക്കുറിച്ച് കരുതലില്ലാതാകുന്നത്? അല്പം മാത്രമുള്ള ഒരു കുമ്പള പോലെ തീരാവുന്ന ഈ ജീവിതത്തിൽ ഇന്ന് നടന്നിറങ്ങിയാൽ എത്ര സ്റ്റെപ്പ് എനിക്ക് വയ്ക്കാൻ പറ്റുമെന്ന് പോലുമുള്ള തീർച്ചയില്ലാത്ത സാമൂഹിക ചുറ്റുപാടോ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടിയുള്ള യാത്രയാണ് നമ്മുടെ എല്ലാവരുടെയും യാത്ര. അങ്ങനെയെങ്കിൽ ഈ ഉദ്ധാനത്തിൻ്റെ പ്രതീക്ഷയിൽ എന്നും ജീവിക്കുന്നതല്ലേ നല്ലത്? എന്തിനാണ് ഉദ്ധാനത്തിൻ്റെ പ്രതീക്ഷ കളഞ്ഞ് മറ്റ് പരിഭവങ്ങളിലേക്ക് പോകുന്നത്? അതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഉദ്ധാനത്തിൻ്റെ സന്തോഷത്തിലെന്നും ആയിരിക്കാം. ഉദ്ധാനത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് സങ്കടങ്ങളെ അതിജീവിച്ച മനുഷ്യൻ്റെ കഥയാണ്. പരാജയപ്പെട്ടവൻ്റെ കുമ്പസാരമല്ല, അത് പരാജയങ്ങളെയൊക്കെ അതിജീവിച്ച് വിശ്വാസ തീർച്ചയോടുകൂടി പരാജയങ്ങളെയൊക്കെ അതിജീവിച്ച് വിജയത്തിലെത്തും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഓരോ ദിവസവും നടന്നവൻ്റെ പ്രതീക്ഷയുടെ സന്തോഷത്തിൻ്റെ ദിവസമാണ്. അത് എന്നും നമുക്ക് ആഘോഷിക്കാം. പ്രേക്ഷകരോടെല്ലാം എനിക്ക് പറയാനുള്ള അതാണ്, ഉദ്ധാനത്തിൻ്റെ ദിവസമായിരിക്കട്ടെ, പ്രതീക്ഷയുടെ ദിവസമായിരിക്കട്ടെ എന്നും സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കട്ടെ എന്നും. അത് വിശാലമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന നിർഗളിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പോസിറ്റിവിറ്റി ഉള്ള ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും വരുന്നതാണ്. മറ്റുള്ളവരുടെ നന്മ കാണുവാനും നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനും പ്രാക്ടിക്കൽ ലൈഫിലും എന്തൊക്കെ എൻ്റെ ഈ കൊച്ചു ജീവിതത്തിൽ എനിക്ക് ചെയ്യുവാൻ പറ്റും എന്നുള്ളതാണ് നമ്മെ കുറിച്ചുണ്ടാകേണ്ട തീഷ്ണത. ദ ആങ്സൈറ്റി വിച്ച് ഐ ഹാവ് ഈസ് ഹൗ ക്യാൻ ഐ ഹെൽപ്പ് വിത്ത് ദ ലിമിറ്റഡ് സിറ്റുവേഷൻ. എൻ്റെ പരിമിതമായ ജീവിത ചുറ്റുപാടിൽ നിന്നുകൊണ്ട് എന്ത് എനിക്ക് മറ്റുള്ളവർക്ക് നൽകാനായിട്ട് പറ്റും? അത് സ്വാർത്ഥതയല്ല, അത് വിശാലതയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ വിശാലതയിലേക്ക് ഇന്നേ ദിവസം, പ്രത്യേകിച്ച് ഈ ഈസ്റ്ററിൻ്റെ ദിവസം, എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എനിക്കൊന്ന് മനുഷ്യനോട് മാത്രം സ്നേഹം കാണിച്ചാൽ പോരാ, ഈ ഭൂമിയെ മുഴുവൻ, അല്ലേ? ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളും എന്നോടൊപ്പം കഴിയുന്നവരാണ്, അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്നുള്ളതും കൂടിയാണ് തിരിച്ചറിയേണ്ടത്. അപ്പോൾ അങ്ങനൊരു പാരിസ്ഥിതിക ബോധവും ശരിക്കും ഇക്കാലത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഒരു ചുറ്റുപാടുകൾ, അതായത് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ലൈഫിലേക്ക് മാറിക്കഴിഞ്ഞു എല്ലാ തരത്തിലും. ഞാനെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ. അങ്ങനെ പറയാനുള്ള കാരണം, ഈ ലോകത്തിൽ ഇന്ന് എന്ന് പറഞ്ഞാൽ വളരെ പരുക്കൻ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വന്ന് AI ടൂൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിലേക്കൊരു ലോകം, അതിൻ്റെ യാത്രയിൽ മുഴുവൻ നമ്മളതിൻ്റെ വക്താക്കളാകുവാൻ, അതിൻ്റെ കൂടെ ആകുവാൻ, ബെനിഫിഷ്യറീസ് ആകുവാൻ ഒക്കെ നമുക്ക് സമയം ലഭിക്കുകയും ഇതിൻ്റെ പ്രോസസ് ഓഫ് റീച്ചിങ് ടു ദ റിയാലിറ്റി ഓഫ് AI വരെയുള്ള ഒരു കാണുവാനും അതിൻ്റെ ഭാഗമാകുവാനൊക്കെ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഈ അനുഭവം അടുത്ത തലമുറയ്ക്കില്ല, ഇതിനു മുമ്പുണ്ടായിരുന്ന തലമുറയ്ക്കില്ല. പക്ഷേ നമുക്കത് കിട്ടിയിരിക്കുക. ഇനി ഇതിപ്പോൾ സയൻസും ടെക്നോളജിയും എത്ര വളർന്നാലും ഇതിൻ്റെയൊക്കെ ഒരു ഫർദർ ഡെവലപ്മെൻ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കാം. എങ്കിൽ പോലും എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇപ്പോഴുള്ള നമ്മുടെ ഒരു സയൻറ്റിഫിക് ഇൻവെൻഷൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ആർട്ടിഫിഷ്യലായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഗോയിങ് ടു ബി ആൻ ആർട്ടിഫിഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഇത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായി, നമ്മളോട് എല്ലാവരും പറയുന്നത് റിട്ടേൺ ടു ദ നേച്ചർ, പ്രകൃതിയിൽ നിന്ന് വന്നവരാണ് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വന്നവരല്ല, നമ്മൾ പ്രകൃതിയിൽ നിന്ന് വന്നവരാണ്. പ്രകൃതിയിലേക്ക് മടങ്ങും. ഇൻക്യൂറബിളായിട്ട് ക്യാൻസർ ജീവിതശൈലി രോഗമായി മാറി. അപ്പം ഡോക്ടേഴ്സ് നമ്മളോട് നിഷ്കർഷിക്കുന്ന കാര്യമാണ്,
റിട്ടേൺ ടു ദ നേച്ചർ. പ്രകൃതിയോടൊത്ത് പോകും. ആർട്ടിഫിഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പൾസായിട്ട് പറയാം. അപ്പോൾ ഈ വിശാലത എന്ന് പറയുന്നത് എന്നോട് മാത്രമല്ല, സഹജീവികളോടും ചുറ്റുപാടുകളോടുമുള്ള വിശാലതയാണ് ഇവിടെ. അപ്പോൾ അവിടെ എല്ലായിടത്തും നമ്മൾ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടു എവ്രി റിയാലിറ്റി, ടു ദ സറൗണ്ടിങ്സ്, ടു ദ പീപ്പിൾ, ടു ദ പേഴ്സൺസ്, എല്ലാവരോടും ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഫീലിങ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. വളരെ അല്ല, ഫാദർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ AI കുറിച്ചൊക്കെ പറയുകയുണ്ടായി. ഈ പുതുതലമുറ ഇത്തരത്തിലുള്ള ഈസ്റ്റർ ദിനാഘോഷമോ അല്ലെങ്കിൽ വളരെ അവശത അനുഭവിക്കുന്ന ജനങ്ങളോടുള്ള ഒരു പ്രത്യേക കരുണയോ ഒക്കെ പുലർത്തുന്നവരാണോ ഇന്നത്തെ തലമുറ? ഫാദർ എന്നുള്ള രീതിയിൽ വിലയിരുത്തും. ഒരു 6 വർഷത്തെ അനുഭവം കൊണ്ട്, നമ്മുടെ കോവിഡ് സമയം അതായിരുന്നല്ലോ എൻ്റെ പീക്ക് ടൈം. അത് കഴിഞ്ഞിട്ടുള്ള സൊസൈറ്റിയിൽ വന്ന മാറ്റങ്ങൾ വളരെ പ്രകടമാണ്. പണ്ടുണ്ടായിരുന്നതിനേക്കാളും ഈ സ്വാർത്ഥതയിൽ നിന്ന് അല്പം വിട്ടുമാറി അല്പം കൂടി അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലേക്ക് ആളുകൾ എത്തി നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം, ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സാറിന് പുറത്തൊക്കെ പോവുകയാണ് മനസ്സിലാവും. എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്കൊക്കെ ഇറങ്ങുകയാണ് മനസ്സിലാവും. ആളുകൾ കുറേയും കൂടെ യാത്ര ചെയ്യാനും ലോകത്തെ അറിയാനും കാണുവാനും സുഹൃത്ത് ബന്ധങ്ങൾ അല്പം കൂടെ പുതുക്കുവാനും ഒക്കെ തുടങ്ങുന്ന അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട് പൊതുവെ. നമ്മുടെ സെൻറ്ററുകളിൽ കൂടെയാണെങ്കിലും അറിയാം, നേരത്തെ സഹായം നൽകിക്കൊണ്ടിരുന്നവർ മാത്രമല്ല, അല്പമായിട്ട് വളരെ പ്രാക്ടിക്കൽ ലൈഫിൽ വളരെ ഫിനാൻഷ്യലി ഭയങ്കര സിറ്റുവേഷൻ മോശമുള്ളവരും അവർക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് ഏതെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ജെനുവിനായിട്ടുള്ള കോസുകൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഏത് വിഭാഗത്തിൽപ്പെട്ടവരുടെയും ജീവിതമെന്ന് പറയുന്നത് ഓരോ നിമിഷവും അത് മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ തന്നെ എന്നുള്ള സന്ദേശമായിരിക്കും അല്ലേ ഫാദറിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഉദ്ധാനത്തിൻ്റെ ദിവസം, കർത്താവിൻ്റെ ഉദ്ധാനത്തിൻ്റെ ദിവസം, ഈസ്റ്റർ ദിവസം എല്ലാവരോടുമായി ഒരു സന്ദേശം എന്നുള്ളതിൻ്റെ സംക്ഷിപ്തമായി പറഞ്ഞാൽ, നമ്മുടെ ജീവിത കാലഘട്ടങ്ങളിൽ നമ്മെ ഓർക്കുവാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിനും സുഹൃത്തുക്കൾക്കൊക്കെ കഴിയും. അത് ചില സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. എത്ര വർഷം കഴിഞ്ഞാലും അത് ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ എപ്പോഴും കുടികൊള്ളും. കാരണം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വ്യക്തി അങ്ങനെയായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തൽ, അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ചിലർ മരിച്ചാലും മരിക്കില്ല. ഞാനിവിടെ വന്നിട്ട് പല അനുഭവങ്ങളുണ്ട്. പലരുടെയും ജീവിതാനുഭവങ്ങൾ കാണുമ്പോൾ, അച്ചോ എനിക്ക് മരിക്കാൻ പറ്റില്ല അച്ചോ. എന്താണ്? എനിക്ക് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്, 2 പെങ്ങന്മാരുണ്ട്. ഇവരുടെയൊക്കെ ജീവിത ചുറ്റുപാടുകൾ ക്ലിയർ ആക്കാൻ പറ്റാതെ ഞാൻ മരണം ഏറ്റുവാങ്ങില്ല. എനിക്ക് പറ്റില്ല. ഐ കനോട്ട് ഡൈ ബിക്കോസ് ഐ ഹാവ് ലയബിലിറ്റി ഇൻ മൈ ലൈഫ്. എനിക്ക് മരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഓർത്തു എത്ര വിശേഷപ്പെട്ട ജന്മമാണ്. അതുകൊണ്ടല്ലേ ഒരു വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ നെടുന്തൂണാണ്. അപ്പം മരണത്തെ എനിക്ക് ഇഷ്ടമില്ല. വാസ്തവമാണ്, ഇത് റിയാലിറ്റിയാണ്. പക്ഷേ ഐ കനോട്ട് ഡൈ റൈറ്റ് നൗ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ, അത് അദ്ദേഹത്തെക്കുറിച്ച് പേഴ്സണലായിട്ടുള്ള സ്വാർത്ഥതയല്ല, മറിച്ച് കൂടപ്പിറപ്പുകളെക്കുറിച്ചുള്ള സ്നേഹവും കരുതലുമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ട് അനുഭവപ്പെട്ട് കഴിയുമ്പോൾ ഈ ലോക ജീവിതത്തിൽ ഇതിൽ കൂടുതൽ നല്ലൊരു സാധ്യത എവിടെയാണ്? ഞാനെപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യമാണ്, പെൻസിയർ ഹോം ഒരു വലിയ അനുഗ്രഹമാണ്. ആളുകളെ പഠിക്കാൻ മാത്രമല്ല, ഇവിടെ വരുന്നവരെ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളൊരു കാര്യം. മറ്റൊരു സൈഡിൽ ഞാനെന്ന ആൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ആർക്കും പരിഭവങ്ങളില്ലാതെ ഈ ജീവിതത്തിൻ്റെ പുസ്തകത്തിൻ്റെ താളുകൾ മറിച്ച് അവസാന താളുകളിൽ ആരെങ്കിലുമൊക്കെ ഒപ്പിടട്ടെ, നല്ലതായിരുന്നു, അതിലാണ് മറിച്ച് തിരിച്ചു പോവുക. അല്ല, അതൊരു വലിയ സന്ദേശമാണ്. സമാധാനപരമായിട്ട് തിരിച്ചു പോവുക. അപ്പോൾ എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സങ്കടമാക്കുന്നതാണ്, പിന്നെ എൻ്റെ സാന്നിധ്യത്തിന് അർത്ഥമില്ലല്ലോ സാർ. അതെ, ഒരിക്കലും ഇല്ല. എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിനൊരർത്ഥമില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് എന്താണ്? ചില മരിക്കാത്ത ഓർമ്മകൾ, ചിലപ്പോൾ നമ്മുടെ കവികൾ നൽകിയതുപോലെയോ അല്ല ശ്രേഷ്ഠരായ മുനിവര്യന്മാർ നൽകിയതുപോലെയോ ആചാര്യന്മാർ നൽകിയതുപോലെയൊക്കെയുള്ള ചില കുടുംബാംഗങ്ങൾ നൽകിയതുപോലെയൊക്കെയുള്ള മുറിപ്പെടുത്തുന്ന ഓർമ്മകൾ, അത് സന്തോഷത്തിൻ്റെ മുറിപ്പെടുത്തലാണ്. ആ ഓർമ്മകൾ നൽകി കടന്നു പോവുക, പുസ്തകം അടച്ച് കടന്നു പോവുക. അപ്പോൾ അത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജന്മമല്ല. നമ്മൾ കർത്താവിനെ ഈ 2000 വർഷത്തെ ചരിത്രം കത്തോലിക്ക സഭയെക്കുറിച്ച് പറയുമ്പോൾ ഈ ജീസസ് എന്ന പേഴ്സണാലിറ്റി ഓർത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ ആരെയൊക്കെ സമീപിച്ചു, ആരുടെ അടുത്തേക്ക് ചെന്നു, അവിടെ എപ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനം ഉണ്ടായിരുന്നു.
സ്നേഹത്തിൻ്റെ ലാളനം ഉണ്ടായിരുന്നു. അത് ജെന്യുവനായിട്ടുള്ള ഒരു ഇൻറ്റിമസി ആയിരുന്നു. അത് നാനാജാതി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. യേശു എന്ന പേഴ്സണാലിറ്റിയെ ഇച്ചിരിയെങ്കിലും പഠിക്കുന്നവരല്ല, ബൈബിൾ വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, ഇത്ര കെട്ടുകേൾവി ഒരിക്കലും ഉണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തിൻ്റെ ശോഭ എപ്പോഴും നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജീവിതത്തെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഈ ഈസ്റ്റർ ദിനത്തിൽ പിന്നെ ഞങ്ങളുടെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടി ചേർക്കാനുണ്ടോ? ഈ ലോകത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ കൊച്ചു ജീവിതമാണ്. ലിമിറ്റഡ് സ്പാൻ ഓഫ് ലൈഫ്. അത് പരിഭവങ്ങളില്ലാതെ ജീവിച്ചു തീർക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ടു ബി എക്വിപ്ഡ് വിത്ത് വാട്ട് എവർ പോസിബിൾ ഇൻ അവർ ലൈഫ് ആൻഡ് വർക്ക് ഹാർഡ് ഫോർ ദ ബെറ്റർ കോസ് ഓഫ് ദ അതർ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ സമാധാനപരമായിട്ട് ജീവിക്കുന്ന അവസ്ഥകളെ മാക്സിമം ചൂഷണം ചെയ്യുക. എൻ്റെ സമാധാനം നഷ്ടമാകുന്ന ഒന്നിലും ഇൻവോൾവ് ചെയ്യാതിരിക്കുക. അസമാധാനം അല്ലല്ലോ, ഈ അസമാധാനം മറ്റ് നമ്മുടെ കൂടപ്പിറപ്പുകളുടെ ജീവിതത്തിലെ അസമാധാനമായി മാറും. അപ്പോൾ സമാധാനപരമായി മുന്നോട്ട് പോകുവാൻ, കാര്യപ്രാപ്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാൻ, വിശേഷവിധിയാൽ കിട്ടിയിരിക്കുന്ന നൈസർഗിക നന്മകളെ മാക്സിമം ഉപയോഗിക്കാനൊക്കെ പറ്റിയാൽ ഓരോ ജന്മങ്ങളും വിശേഷമാം വിധം അറിയപ്പെടും. ഈ ലോകത്തിൽ നന്മയായിരിക്കും. അപ്പോൾ ആ ഒരു സന്ദേശമാണ് എനിക്ക് തരാനുള്ള ഈ ദിവസത്തിൽ. അതാണ് നമ്മൾ ക്രിസ്തുവിൽ കാണുന്നത്, ഉദ്ധിതനായ ക്രിസ്തുവിൽ കാണുന്നതാണ്. അപ്പം ACVയുടെയും എല്ലാവിധ ഈസ്റ്റർ ദിനാശംസകളും നേർന്നു. ഈസ്റ്റർ ദിനാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു.